ഹലോ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെക്ഷൻസ് ചെയ്തിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ. A man went to his office on cycle at the rate of 10 km/h and reached late by 6 minutes. When he increased the speed by 2 km/h, he reached 6 minutes before the time. What is the distance between his office and his departure point? ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓഫീസ് മുതൽ എത്തേണ്ട സ്ഥലം വരെയുള്ള അല്ല ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലം മുതൽ ഓഫീസ് വരെയുള്ള, തിരിച്ചാലും മറിച്ചാലും ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓഫീസ് വരെയുള്ള ആ ഒരു ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സ്പീഡിൽ പോകുമ്പോഴും ഇവിടെ ദൂരം തുല്യമാണ്. ദൂരം തുല്യമാണെങ്കിൽ സ്പീഡിന്റെ പ്രോഡക്റ്റ് എടുക്കുക, സ്പീഡിന്റെ ഡിഫറൻസ് എടുക്കുക, ദെൻ ടൈം ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് 10 × 12/2 ചെയ്യുക. ദെൻ ടൈം ഡിഫറൻസ് വെച്ചാൽ 6 മിനിറ്റ് ലേറ്റും 6 മിനിറ്റ് ഏർലിയും ആണ്. സോ ടോട്ടൽ 12 മിനിറ്റ്സ്. മിനിറ്റ്സിനെ മണിക്കൂറാക്കാൻ വേണ്ടി by 60. സോ 12 × 5 60 ആണ്. ഡിനോമിനേറ്ററിൽ 5 × 2 10 ആണ്. ന്യൂമറേറ്ററിലും 10 ആണ്. സോ ഫൈനലി 12 കിലോമീറ്റർ എന്ന് കിട്ടും. എത്ര പെട്ടെന്ന് കിട്ടും? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ദൂരം തുല്യമാണെങ്കിൽ ആ ദൂരം കണ്ടുപിടിക്കാനായിട്ട് റേഷ്യോ മെത്തേഡ് ഒക്കെ ഉണ്ട്. സ്പീഡിന്റെ റേഷ്യോ എടുക്കുക, ടൈമിന്റെ റേഷ്യോ എടുക്കുക. പക്ഷെ ഇതുപോലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ റേഷ്യോ പോലും അപ്ലൈ ചെയ്യുന്നേക്കണ്ട. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിൽ അങ്ങ് ഡയറക്റ്റ് കൊടുത്താൽ മതി. അതായത് പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, ആ രണ്ട് സ്പീഡും തമ്മിൽ ഗുണിക്കുക. ഡിഫറൻസ് ഇൻ സ്പീഡ്, ആ രണ്ട് സ്പീഡും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എന്നിട്ട് ടൈം ഡിഫറൻസ് എടുക്കുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. എപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ ഒരു ലോജിക്കും അപ്ലൈ ചെയ്യേണ്ട, ഒരു കോൺസെപ്റ്റും അപ്ലൈ ചെയ്യേണ്ട, ഷോർട്ട് കട്ട് ഒന്നും വേണ്ട. ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഷോർട്ട് കട്ട് പോലും അതിനേക്കാളും ഈസിയാണ്. റേഷ്യോ മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യുന്നത്. അതുപോലും വേണ്ട. ഇവിടെ ആദ്യം സഞ്ചരിക്കുന്ന വേഗത 10 km/h വേഗത്തിലാണ് അല്ലെ? ആദ്യത്തെ വേഗത എത്ര? ഒന്നാമത്തെ വേഗത എത്ര? 10 km/h. സോ 10 ഇൻറ്റു, പിന്നെ വേഗത കൂട്ടി. എത്ര കൂട്ടി? 2 km/h കൂടി. അപ്പൊ എത്രയായി? 12 km/h വേഗത്തിലാ പിന്നെ സഞ്ചരിക്കുന്നത്. കറക്റ്റ് അല്ലേ? 10 km/h സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആള് 12 km/h സഞ്ചരിക്കുന്നത്. സോ രണ്ടാമത്തെ സ്പീഡ് 12 ആണ്. ഇനി ഡിഫറൻസ് എന്താ? 10ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2 അല്ലേ? 10ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അതാ താഴെ എഴുതണ്ടേ. ആ രണ്ട് സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് താഴെ എഴുതണ്ടേ. ഇതെല്ലാം km/h 10 km/h, 2 km/h, 12 km/h. ഇനി ഒരു ടൈം ഡിഫറൻസും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 മിനിറ്റ് ലേറ്റ് ആയി, 6 മിനിറ്റ് നേരത്തെ. എത്ര മിനിറ്റിന്റെ വ്യത്യാസം? ഒരു ഓൺ ടൈമിൽ നിന്ന് 6 മിനിറ്റ് ലേറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് നേരത്തെ. ഓൺ ടൈമിനേക്കാൾ 6 മിനിറ്റ് മുന്നേ എത്തി, ഓൺ ടൈമിനേക്കാൾ 6 മിനിറ്റ് കഴിഞ്ഞെത്തി. അപ്പൊ അവരെത്തിയ സമയ വ്യത്യാസം 12 മിനിറ്റ് അല്ലേ? മൊത്തം 6 + 6 12 മിനിറ്റ് അല്ലേ? ടൈം ഡിഫറൻസ് നോക്കി. 9:54 6 മിനിറ്റ് നേരത്തെ. 10:06 6 മിനിറ്റ് ലേറ്റ് ആയി. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 12 മിനിറ്റിന്റെ വ്യത്യാസം അല്ലേ? സോ 12 മിനിറ്റ് ആണ്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ by 60. കാരണം ഇതെല്ലാം km/h എന്നാ കിടന്നത്. അപ്പൊ നമുക്ക് ആ 12 മിനിറ്റ് കൊടുക്കാൻ പറ്റില്ല. 12/60. സോ 12 5 60. ഡിനോമിനേറ്ററിൽ ഒരു 5 × 2 ഉണ്ട്, അത് 10 ആണ്. ന്യൂമറേറ്ററിൽ ഒരു 10 ഉണ്ട്. സോ നമുക്ക് എത്ര കിട്ടും? 12 കിലോമീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി, 12 കിലോമീറ്റർ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാവേ. അടുത്ത ഒരു ചോദ്യം നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ദിശയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ SSC GDക്ക് വേണ്ടി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, NTPCക്ക് വേണ്ടി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, CGL ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്താണുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാം. കൊട്ടാരക്കര ആണെങ്കിൽ കൊട്ടാരക്കര ജോയിൻ ചെയ്യാം. കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. കാലിക്കറ്റ്, കൊല്ലം, ഈ 4 സെന്ററുകളാണ് നമുക്ക് ഓഫ്ലൈൻ സെന്ററുകൾ ഉള്ളത്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഓഫ്ലൈൻ സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ട്
നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റിയാണ്. നമുക്ക് SSC ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ കോഴ്സസ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ളെങ്കിൽ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. The distance between 2 points A and B. നമ്പറിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. Distance between 2 points A and B is 200 kilometer. A car starts from A towards B at a speed of 80 kilometer per hour and a bus starts from B towards A at 40 kilometer per hour. If both the car and the bus start at the same time, find the distance from B at which the car and the bus meet. Question നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആദ്യം question clear ആക്കുക. എയും ബിയും തമ്മിലുള്ള അകലം 200 കിലോമീറ്റർ ആയിരുന്നു അല്ലെ. രണ്ട് പോയിന്റ്സ് എയും ബിയും തമ്മിലുള്ള അകലം 200 കിലോമീറ്റർ ആയിരുന്നു. എയിൽ നിന്നൊരു കാർ വരുന്നു. എത്ര വേഗത്തില്? 80 കിലോമീറ്റർ പെർ അവർ വേഗത്തില്. ബിയിൽ നിന്നൊരു ബസ് വരുന്നു 40 കിലോമീറ്റർ പെർ അവർ വേഗത്തില് അല്ലെ. ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? റിലേറ്റീവ് സ്പീഡ് എടുക്കുക. 80 എടുക്കോ 40 എടുക്കോ? 80 എടുക്കത്തില്ല, 40 എടുക്കത്തില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ റിലേറ്റീവ് സ്പീഡ് ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് സം ഓഫ് സ്പീഡ് എടുക്കണം. 80 + 40 120 കിലോമീറ്റർ പെർ അവർ. അപ്പൊ റിലേറ്റീവ് സ്പീഡ് 120 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇനി ട്രാവൽ ചെയ്യേണ്ട ദൂരം എന്താ? 200 കിലോമീറ്റർ. രണ്ടുപേരും കൂടെ ചേർന്ന് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ 200 കിലോമീറ്റർ 120 കിലോമീറ്റർ പെർ അവർ ട്രാവൽ ചെയ്തെടുക്കുന്ന ടൈം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 200 / 120. 200 / 120 എത്ര കിട്ടും? 0 0 ക്യാൻസൽ ചെയ്തു. 4 കൊണ്ട് കട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ 4, ഡിനോമിനേറ്ററിൽ 3. 5/3 hours എന്ന് കിട്ടും. ഈ 5/3 hours രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ ചോദ്യം ബിയിൽ നിന്ന് കാറ് find the distance from B at which the car and bus meet. ബിയിൽ നിന്ന് നമ്മുടെ ബസ് എത്ര ദൂരം സഞ്ചരിച്ചു? ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടൈം 5/3 ആണ്. ബിയിൽ നിന്നുള്ള വേഗത 40 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ അല്ലെ. അപ്പൊ 5/3 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ബസ് ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ വീണ്ടും ഡിസ്റ്റൻസ് is equal to സ്പീഡ് ഇൻറ്റു ടൈം അപ്ലൈ ചെയ്യാം. സ്പീഡ് എത്ര ആണ്? നമ്മുടെ ബസിന്റെ സ്പീഡ് 40 ആണ്. ടൈം എത്ര ആണ്? 5/3 hours. That is 200/3 എന്ന് വരും. 200/3 എന്ന് പറഞ്ഞാൽ 2/3 എന്ന് പറഞ്ഞാൽ എന്താ? 66.67. 200/3 എന്ന് പറഞ്ഞാൽ 66.67 കിലോമീറ്റർ. 2/3 1/3 ഒക്കെ പഠിക്കണം. 1/3 ആണെങ്കിൽ 33 1/3 അല്ലെ, 33.33. 2/3 ആണെങ്കിൽ 66.66 അല്ലെ. 2/3യുടെ ഇക്വലന്റ് പെർസെന്റേജ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 66.66. പെർസെന്റേജ് കൂടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞവർക്ക് ഈ പ്രോബ്ലം ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ആയ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. Find the time taken by police to catch a thief if the thief is running at the speed of 30 km per hour and the police is following him at a speed of 75 km per hour and the initial distance between them is 200 meter. Okay, 200 meter distance 200 meter ഡിസ്റ്റൻസിൽ നമ്മുടെ തീഫ് എങ്ങനെയാ പോണേ? 30 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും അതിന്റെ പുറകെ ആര് പോകുന്നുണ്ട്? പോലീസ് പിടിക്കാൻ പോകുന്നുണ്ട് അല്ലെ. 75 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും പോകുന്നുണ്ട്.
പോലീസ് തീഫ് ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരം പാറ്റേൺ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. എന്ത് ചെയ്താൽ മതി? ആ ടൈം ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് അങ്ങ് എടുത്താൽ മതി. ആ 200 മീറ്റർ കവർ ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കാൻ, ആ 200 മീറ്റർ കവർ ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് സ്പീഡ് എടുക്കണം. റിലേറ്റീവ് സ്പീഡ് എന്താണ്? 75 മൈനസ് 30, that is 45 km/h. സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഡിഫറൻസ് ഇൻ സ്പീഡ് ആണ് റിലേറ്റീവ് സ്പീഡ്. സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഡിഫറൻസ് ഇൻ സ്പീഡ് ആണ് റിലേറ്റീവ് സ്പീഡ്. സോ 200 by 45, 45 km/h ആണ്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാക്കാം, കാരണം ഓപ്ഷൻസ് എല്ലാം സെക്കൻഡ്സ് ആണ് കിടക്കുന്നത്. സോ 45 into 5/18. സോ 45 into 5, 18 അങ്ങ് മുകളിൽ പോകും. 3 കൊണ്ട് കട്ട് ചെയ്ത ഇവിടെ 6 വരും. ഇവിടെ നമുക്ക് 3 കൊണ്ട് പിന്നെ കട്ട് ചെയ്യാവേ. നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 9 വരും. ഇവിടെ 40 വരും. 9 into 2 ആണ് 18. 5 into 8 ആണ് 14. സോ ആൻസർ 16 seconds വരും. പോലീസ് തീഫിന്റെ ക്വസ്റ്റ്യൻസും ഇതുപോലെ നമുക്ക് റിലേറ്റീവ് സ്പീഡിന്റെ കോൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. പോലീസ് തീഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇതുപോലെ റിലേറ്റീവ് സ്പീഡ് കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ആ പോലീസിന്റെയും തീഫിന്റെയും റിലേറ്റീവ് സ്പീഡ് എടുക്കുക. സെയിം ഡയറക്ഷനിലായതുകൊണ്ട്, സെയിം ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡ് എങ്ങനെയാണ് എടുക്കേണ്ടത്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഡിഫറൻസ് ഇൻ സ്പീഡ് എടുക്കേണ്ടത്. 75 km/hന്റെയും 30 km/hന്റെയും ഡിഫറൻസ് 45 km/h ആണ് റിലേറ്റീവ് സ്പീഡ്. ആ 45 km/h വേഗത്തിൽ കവർ ചെയ്യേണ്ടത് 200 മീറ്റർ ആണ്. ആ 200 മീറ്റർ കവർ ചെയ്താലേ പോലീസിന് കള്ളനെ പിടിക്കാൻ പറ്റും. സോ എടുക്കുന്ന ടൈം 16 സെക്കൻഡ്. യൂണിറ്റ് കൺവേർഷൻ ശ്രദ്ധിക്കുക. വേറെ ഒന്നും ഇനി ഇതിനകത്ത് നോക്കാനില്ല. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്ന സ്റ്റെപ്പും കൂടെ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെക്ഷൻ ആണ്, അതുകൊണ്ട് ഞാൻ ബേസിക്സ് ഒരുപാട് പറയുന്നില്ല. റിലേറ്റീവ് സ്പീഡിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. പോലീസ് തീഫിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഇതൊരു PYQ സെക്ഷൻ ആണ്. കുറച്ച് പഠിച്ചിട്ട് വന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ബേസിക് സെക്ഷൻസ് ഒരുപാട് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് പഠിച്ചിട്ട് മാത്രം ഇതുപോലുള്ള PYQ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഡൗട്ട് ഒക്കെ വരും. പക്ഷെ നല്ലതായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യണം. അപ്സ്ട്രീം എന്നോ ഡൗൺ സ്ട്രീം എന്നോ പറയാത്ത ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ അപ്സ്ട്രീം എന്നോ ഡൗൺ സ്ട്രീം എന്നോ പറയുന്നുണ്ട്, എന്തെല്ലാം ഈ ക്വസ്റ്റ്യൻസിൽ മനസ്സിലാക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ബോട്ട് ആൻഡ് സ്ട്രീംസ് പഠിച്ചിട്ട് ഒരുവിധമെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. എ ബോട്ട് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 20 km/h. A boat travels at the speed of 20 km/h when it goes from A to B. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നത് 20 km/h വേഗത്തിലാണ് അല്ലെ. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നത് 20 km/h വേഗത്തിലാണ്. എന്നാ ബിയിൽ നിന്ന് എയിലോട്ട് പോകുന്നത് 25 km/h വേഗത്തിലാണ്. ബിയിൽ നിന്ന് എയിലോട്ട് പോകുന്നത് 25 km/h വേഗത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ട് എന്ത് ചെയ്യുന്നു? എയിൽ നിന്ന് ബിയിലോട്ട് പോയി തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് വരാനെടുത്ത ടോട്ടൽ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ വാട്ടർ മൂവ് ചെയ്യുന്നുണ്ട്. എത്ര? 5 km/h വേഗത്തില് ബിയിൽ നിന്ന് എയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന ബോട്ടിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും അല്ലെ. 5 km/h വേഗത്തില് എതിരെ പോവുക. വെള്ളം ഒഴുക്കിനെതിരെയാണ്, വെള്ളം ബോട്ടിനെതിരെയാണ് അല്ലെ. എയിൽ നിന്ന് ബിയിലോട്ട് ബോട്ട് പോവാണ്. എയിൽ നിന്ന് ബിയിലോട്ട് ബോട്ട് പോകുമ്പോൾ ബിയിൽ നിന്ന് എയിലോട്ടാണ് വാട്ടർ. സോ 20 - 5 15 km/h അതിന് സഞ്ചരിക്കാൻ പറ്റും. എന്നാ 25 km/h വേഗത്തിലാണ് B to A പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ട്. അപ്പോൾ അവിടെ എന്താ? B to A തന്നെയാണ് വെള്ളത്തിന്റെ ഒഴുക്കും. വെള്ളം അതിനെ സപ്പോർട്ട് ചെയ്യും അല്ലെ. വെള്ളം ആ ഒരു സ്പീഡിനെ സപ്പോർട്ട് ചെയ്യും. ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുമ്പോൾ വേഗത കൂടും. എത്ര കൂടും? 25 + 5 30 km/h. അപ്പൊ ഇനി സഞ്ചരിക്കേണ്ടത് 20 കിലോമീറ്റർ ആണ്. 20 കിലോമീറ്റർ ദൂരമാണ് ഈ വേഗതകളിൽ സഞ്ചരിക്കേണ്ടത്. സോ 20/15 ആണ് ഒരു ടൈം. 20/30 ചെയ്യുമ്പോൾ അടുത്ത ടൈം കിട്ടും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം. സോ 5 കൊണ്ട് കട്ട് ചെയ്ത 4, 3, ഇവിടെ 0 0 ക്യാൻസൽ ചെയ്തു. സോ 4/3 ഒരു ടൈം കിട്ടും. 2/3 ഒരു ടൈം കിട്ടും. സോ ടോട്ടൽ 6/3, ദാറ്റ് ഈസ് 2 hours എടുക്കും. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 20 ആ 5 കൂടെ സബ്ട്രാക്ട് ചെയ്യണമെന്നുള്ളതും 25ന്റെ കൂടെ 5 ആഡ് ചെയ്യണം എന്നുള്ള കാര്യവും
മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ടൈം കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. ആ ടൈം ആഡ് ചെയ്താൽ ആൻസർ ആവും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാലു ട്രാവൽസ് ഫ്രം ഹിസ് ഹോം ടു ഓഫീസ് ഓൺ ഹിസ് ബൈക്ക്. After traveling 75% of the total distance, his bike develops a snag and hence his speed gets reduced to a third of his original speed. He reaches office 30 minutes late. What is the usual time that Balu takes to travel from his home to office? എന്നാണ് question. എങ്ങനെ ചെയ്യാൻ പറ്റും ഈ question? റേഷ്യോയിൽ ചെയ്യാം, ഡിസ്റ്റൻസ് അസ്യൂം ചെയ്ത് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, 75% ദൂരം സഞ്ചരിച്ചതിന് ശേഷം ബാക്കിയുള്ള ദൂരം സഞ്ചരിച്ച വേഗത എന്ന് വെച്ചാൽ 1/3 ആണ്. അതായത് 3 km/h വേഗതയിൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ 1 km/h വേഗതയിലായി. മനസ്സിലായി? 1/3 ആയി. തേർഡ് എന്ന് പറഞ്ഞാൽ 1/3 ആയി, 1/3 ആയി. അങ്ങനെയാണെങ്കിൽ യൂഷ്വൽ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് യൂഷ്വൽ ടൈം ആണ്. അപ്പൊ ഞാൻ ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റൻ ആയിട്ട് തരുവാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യുക. റേഷ്യോ മെത്തേഡോ ഇക്വേഷൻ മെത്തേഡോ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്റ്റൻസും സ്പീഡും അസ്യൂം ചെയ്തും ചെയ്യാം. നമുക്ക് ഒരു ഡിസ്റ്റൻസ് ഇഷ്ടമുള്ളത് എടുക്കാം, ഒരു സ്പീഡ് ഇഷ്ടമുള്ളത് എടുക്കാം അല്ലെ. 3 km/h വേഗത്തിൽ, ഇപ്പൊ 1 km/h വേഗത്തിൽ. അങ്ങനെയാണ് 30 മിനിറ്റിന്റെ വ്യത്യാസം അല്ലെ. അങ്ങനെയാണെങ്കിൽ യൂഷ്വൽ ടൈം എന്ത്? അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.